കാരണം മലമ്പുഴ ഉദ്യാനത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയതൊക്കെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് ഇപ്രകാരം 30ഓളം കാട്ടാനകൾ ഇവിടേക്ക് എത്തിയത്. അരുൺ ആലത്തൂർ ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. അരുൺ, വിശദാംശങ്ങൾ. ഇറങ്ങിയത് 9 കാട്ടാനകളുടെ സംഘമാണ് കാടിറങ്ങി ഉദ്യാനത്തിലേക്ക് എത്തിയത്. ദൃശ്യങ്ങളിലുള്ളത് 9 ആനകളാണ്. പക്ഷേ വിവിധ സമയങ്ങളിലായി 30ഓളം ആനകൾ ഉദ്യാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ദൃക്സാക്ഷികളായ ആളുകൾ പറയുന്നത്. ഏതായാലും ഉദ്യാനത്തിന്റെ തെക്ക് ഭാഗത്ത് ഇറങ്ങിയ കാട്ടാനക്കൂട്ടം മണിക്കൂറുകളോളം പ്രദേശത്ത് നിലയുറപ്പിച്ചു എന്നുള്ളതാണ്. ഉദ്യാനത്തിലെ ഗവർണർ സ്ട്രീറ്റിന്റെ ഭാഗത്തേക്കാണ് ഈ ആനക്കൂട്ടം എത്തിയത്. ഏതായാലും ദൃശ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ ഈ കാട്ടാനകൾ നിരനിരയായി പോകുന്നത് കാണാൻ സാധിക്കും. നേരത്തെയും മലമ്പുഴ ഡാമിന്റെ ഭാഗത്തും മറ്റുമൊക്കെ കാട് ഇറങ്ങി ഇതുപോലെ നിരവധി ആനകൾ ഡാമിനകത്തേക്ക് എത്തുകയും വെള്ളം കുടിക്കുന്നതിനൊക്കെയായി ഡാമിനകത്തേക്ക് വരുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ഉദ്യാനത്തിന്റെ ഭാഗത്തേക്ക് എത്തി എന്നുള്ളത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം സാധാരണ ധാരാളം വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ഈ വിനോദസഞ്ചാരികൾ എത്താറുള്ള മേഖലയിലേക്ക് ഇങ്ങനെ ആനക്കൂട്ടം എത്തുന്നു എന്നുള്ളത് വലിയ ആശങ്കയുള്ള കാര്യമാണ്. കാരണം ഏതെങ്കിലും സമയത്തോടെ ധാരാളം വിനോദസഞ്ചാരികൾ ഉള്ള സമയത്താണ് ഇങ്ങനെ ആനക്കൂട്ടം അവർക്കിടയിലേക്ക് ഇറങ്ങി വരുന്നത് എങ്കിൽ അത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു കാര്യവും ആണ്. ഏതായാലും വനം വകുപ്പ് അധികൃതർ ഈ ആനക്കൂട്ടത്തെ തിരിച്ച് കാട് കയറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വനം വകുപ്പ് അധികൃതർ നൽകുന്ന വിവരം. അതേസമയം തന്നെ കാട്ടാനക്കൂട്ടം ഇങ്ങനെ വലിയ രീതിയിൽ ഇത്രത്തോളം ആനകൾ ജനവാസ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഭാഗത്ത് ഉദ്യാനത്തിന്റെ പ്രദേശത്തേക്ക് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ധാരാളം എത്തുന്ന മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളത് വലിയൊരു ആശങ്ക പരത്തുന്ന കാര്യമാണ്. ശരി.